ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായല്ലേ വീഡിയോ കേട്ടിട്ട്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പീനട്ട് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഞാൻ കാശ്മീരി മുളകും മറ്റേ എരിവുള്ള മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പരിപ്പ്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ പൊട്ടുകടല, ഒരു ചെറിയ കഷ്ണം സവാളയും കൂട്ടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഒരു 5-6 കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നന്നായി വറുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ പീനട്ട്, 2 പിടി പീനട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാം. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങ ഇല്ലാതെയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഞാൻ തേങ്ങ ഇട്ട് വഴറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് മോശമാവില്ല, അതുകൊണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് ഓഫ് ചെയ്യണം. ഞാൻ മുളകിന് കളറില്ലാത്തത് കൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. നിങ്ങളുടെ കാശ്മീരി മുളകിന് നല്ല കളർ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ലാസ്റ്റ് പൊടിയാണ് ഇട്ട് കൊടുത്തത്. നന്നായി മിക്സിയിലൊന്ന് അരച്ചെടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്. ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്ക് എത്രയാണോ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചട്നിയുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് താളിച്ച് കൊടുക്കാൻ വേണ്ടി കോക്കനട്ട് ഓയിലിലേക്ക് കടുകിട്ട് കൊടുത്തു. ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ചട്നി ഉണ്ടാക്കിയത്. ഇനി നമ്മൾക്ക് നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല തണുപ്പത്ത് നല്ല ചൂട് ഇഡ്ഡലിയും പീനട്ട് ചട്നിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ സ്കൂളിലേക്കും ഇത് തന്നെയാണ് കൊടുത്തയച്ചത്. തേങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയത് കൊണ്ട് പെട്ടെന്നൊന്നും മോശമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പീനട്ട് ചട്നി ഞാൻ തേങ്ങയിട്ട് ഒന്ന് ചൂടാക്കിയത്. തേങ്ങയിട്ട് ചൂടാക്കണം എന്നില്ല, ലാസ്റ്റ് മിക്സിയിൽ അരക്കുമ്പോൾ തേങ്ങ ഇട്ടാലും മതി. നല്ല കൊഴുപ്പോടി കൂടി കിട്ടാനാണ് തേങ്ങയും കൂടി ആഡ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പീനട്ട് ചട്നി ഉണ്ടാക്കാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Bye.